സ്റ്റെപ്പ് 1 ആദ്യമായി MOH-Kuwaitൻ്റെ ഒഫീഷ്യൽ പോർട്ടലിൽ പോയി പുതിയ അക്കൗണ്ട് സൈൻ ചെയ്യുക. അതിനായി നമ്മുടെ സ്വന്തം ഇമെയിൽ ID ഉപയോഗിക്കുക. ഇതിനുവേണ്ടി ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. ഇതിനായി MOH-K.datachecks.com ഉപയോഗിക്കുക. അല്ലെങ്കിൽ ISVSC-Data എന്ന സൈറ്റ് നമുക്ക് ഗൂഗിളിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അടുത്തത് സ്റ്റെപ്പ് 2 ആണ്. ISVSCയുടെ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യുക. അതായത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, കൺട്രി കോഡ്, മൊബൈൽ നമ്പർ, പാസ്വേഡ് കൺഫർമേഷൻ, ഇമേജ് കോഡ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. പേര് നൽകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാസ്പോർട്ടിൽ ഉള്ളതുപോലെ നൽകുക. കാരണം ചിലരുടെയെങ്കിലും പേര് മാരേജിന് ശേഷം സർനെയിം ഹസ്ബൻഡിൻ്റെ പേരായിരിക്കും. പാസ്പോർട്ടിൽ ഉള്ള പേര് തന്നെ എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചില ആളുകളുടെ പേരുകൾ ഇനീഷ്യൽ ചേർത്തായിരിക്കും മറ്റ് രേഖകളിലെല്ലാം ഉള്ളത്. എങ്കിലും പാസ്പോർട്ടിൽ ആ ഇനീഷ്യൽ എക്സ്പ്ലെയിൻഡ് ആയിരിക്കും. അപ്പോൾ എക്സ്പ്ലെയിനോട് കൂടിയിട്ടുള്ള ഫുൾ നെയിമാണ് നിങ്ങൾ പാസ്പോർട്ടിലെ അതേ പേര് തന്നെ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിലിലേക്ക് ഒരു ഇമെയിൽ വരും. അതുപയോഗിച്ച് ISVSC അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 3 ഇവിടെ നമ്മൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൽ ID, പാസ്വേഡ്, ഇമേജ് കോഡ് ഉപയോഗിച്ച് ISVSC ലോഗിൻ ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 4 ഈ സ്റ്റെപ്പ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഇൻ കേസ് നമ്മുടെ പാസ്വേഡ് മറന്നു പോകുകയോ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട സമയത്താണ്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID കൊടുത്തുകൊണ്ട് ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകം പാലിക്കേണ്ടതുമാണ്. സ്റ്റെപ്പ് 5 ആണ്. നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഡാഷ്ബോർഡ് കാണുവാൻ സാധിക്കും. അതിൽ 4 ബോക്സുകളുണ്ട്. ബോക്സ് 1 ആഡ് ന്യൂ ആപ്ലിക്കേഷൻ, ബോക്സ് 2 മൈ ആപ്ലിക്കേഷൻ, ബോക്സ് 3 മൈ അക്കൗണ്ട്, ബോക്സ് 4 ചേഞ്ച് പാസ്വേഡ്. ഇതിൽ ബോക്സ് 1ലെ ആഡ് ന്യൂ ആപ്ലിക്കേഷനാണ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 6 ഇവിടെ നമ്മൾ 4 പാർട്ടിലൂടെ കടന്നു പോകണം. അതായത് പാർട്ട് 1 മെയിൻ ഇൻഫർമേഷൻ, പാർട്ട് 2 ക്രെഡൻഷ്യൽ ഇൻഫർമേഷൻ, പാർട്ട് 3 ആപ്ലിക്കേഷൻ റിവ്യൂ, പാർട്ട് 4 പേയ്മെൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് പാർട്ട് 1ലെ മെയിൻ ഇൻഫർമേഷനകത്ത് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, നാഷണാലിറ്റി, കൺട്രി ഓഫ് ബർത്ത്, റെസിഡൻസ് കൺട്രി, പാസ്പോർട്ട് നമ്പർ, സിവിൽ ID. ഈ സിവിൽ ID എന്ന് പറഞ്ഞാൽ കുവൈറ്റിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ്. അത് നമുക്ക് കുവൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വേറെ രാജ്യത്താണെങ്കിൽ നമുക്ക് സിവിൽ ID നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ അത് കൊടുക്കേണ്ട, അത് ജസ്റ്റ് ലീവ് ഇറ്റ് ചെയ്തേരെ ഉള്ളവർ മാത്രം കൊടുത്താൽ മതി. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, ബർത്ത് ഡേറ്റ്, ജെൻഡർ. ഇതോടുകൂടെ അതിൻ്റെ താഴെയായിട്ട് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞുള്ളൊരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ ഡാറ്റ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പ്രധാനമായിട്ടും പാസ്പോർട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്കാൻ, ക്ലിയർ ആയിട്ടുള്ള ഇമേജ് അതിൽ പറയുന്ന പോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫയലിൻ്റെ സൈസ് 5 MB ആണ്, 5 MB ആണ്. അത് നമുക്ക് PDF ആയിട്ടോ JPG ആയിട്ടോ JPEG ആയിട്ടോ JEF ആയിട്ടോ PNG ആയിട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു
ലെറ്റർ ഓഫ് ഓതറൈസേഷൻ കിട്ടും. ഈ ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുക. അത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിലുള്ള പാസ്പോർട്ട് നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ചെക്ക് ചെയ്യുക. എന്നിട്ട് സ്വന്തം സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം അത് സ്കാൻ ചെയ്ത് ഓതറൈസേഷൻ ലെറ്ററും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മളെ പേരെന്ന് പറയുന്നത് പാസ്പോർട്ടിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കൂടി നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സിലുള്ള മാരേജിന് ശേഷം നമ്മുടെ പേര് മാറിയിട്ടുണ്ടാവും. ഇൻ കേസ് പാസ്പോർട്ടിനകത്ത് നമ്മുടെ പേര് മാരേജ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് നമ്മുടെ സർനെയിം ചേഞ്ച് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും കൂടി ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്സിനകത്ത് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫുൾ സ്കാൻ കൊടുക്കണം. അതുപോലെ തന്നെ ഓതറൈസേഷൻ ലെറ്റർ കൊടുക്കണം. അതുപോലെ പേരിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം രജിസ്ട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ആവും. ദെൻ സ്റ്റെപ്പ് 7 ആണ്. ഇത് നമ്മുടെ നേരത്തെ വന്ന പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ക്രെഡൻഷ്യൽ ഇൻഫർമേഷനാണ്. ആദ്യം നമുക്ക് എഡ്യൂക്കേഷനും അതുപോലെ ലൈസൻസിൻ്റെയും ഹെൽത്ത് ലൈസൻസിൻ്റെയും ക്രെഡൻഷ്യൽസാണ് ഇവിടെ MOH-Kuwait നമുക്ക് ലൈസൻസ് കിട്ടുന്നതിനുള്ള രജിസ്ട്രേഷന് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രെഡൻഷ്യൽസാണ് ആദ്യമായിട്ട് നമ്മളതിൽ ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കൊടുക്കുന്ന ഡാറ്റയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രി, അത് എവിടെയാണെന്ന് വെച്ചാൽ ആ കൺട്രി, ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, അപ്ലിക്കൻറ്റ് നെയിം ആസ് പെർ ദ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ ഉള്ള പേര്, അതായത് നമ്മളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻ്റുള്ള പേരാണ് അവിടെ കൊടുക്കേണ്ടത്. പാസ്പോർട്ടിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിലും കൂടി നമ്മൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ക്വാളിഫിക്കേഷൻ അറ്റൈൻഡ്, അതായത് ഡിപ്ലോമ, ബാച്ചിലർ, മാസ്റ്റർ ഡിഗ്രി, PhD അങ്ങനെയുള്ള അതാണെന്ന് വെച്ചാൽ ഏതാണ് ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിരിക്കുന്നത്, കോളേജിൻ്റെ നെയിം, മേജർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഫോർ എക്സാമ്പിൾ നഴ്സിംഗ്, അതുപോലെ മെഡിക്കൽ ലാബോറട്ടറി, ഡെൻ്റൽ എക്സെട്ര അതുപോലുള്ളത്. റോൾ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, ഗ്രാജുവേഷൻ ഡേറ്റ്. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ അറ്റാച്ച്മെൻറ്റിനകത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, ട്രാൻസ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും അതർ ഫയൽസ് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ഓൺ ദ സേവ് ബട്ടൺ അത്രയും ചെയ്യുക. ഇതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, അതുപോലെ എന്തെങ്കിലും അതർ ഇതുമായിട്ട് ജോയിൻ്റ് ആവുന്ന ഡോക്യുമെൻറ്റ്സ് പോലെ ബാക്ക് സൈഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡും കൂടി കൊടുക്കുക. ദെൻ സ്റ്റെപ്പ് 8 ആണ്. ഇതിൽ ഹെൽത്ത് ലൈസൻസ് ക്രെഡൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മുടെ അതിനോട് ചേർന്ന് വരുന്നത് തന്നെയാണ്. ഈ ഹെൽത്ത് ലൈസൻസ് ക്രെഡൻഷ്യലിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമ്മളുടെ പർട്ടിക്കുലർ പ്രൊഫഷണൽസിന് വേണ്ട ലൈസൻസ്, അത് ഏതാണെന്ന് വെച്ചാൽ ആ ലൈസൻസാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നഴ്സിങ്ങിൻ്റേതാണെങ്കിൽ പർട്ടിക്കുലറായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഡോക്ടേഴ്സിനാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റേതായ രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ. ഇതിൽ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് ലൈസൻസ് അതോറിറ്റി കൺട്രി. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് ആ ലൈസൻസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, ലൈസൻസ് അതോറിറ്റി നെയിം,
അതിപ്പോൾ ഏത് പർട്ടിക്കുലർ പ്രൊഫഷണൽ ബോഡിയാണ് നമുക്ക് ഈ ലൈസൻസ് തന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള നഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിൽ, നഴ്സിംഗ് കൗൺസിൽ, അതുപോലെ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിൽ, അങ്ങനെയുള്ള ഒരു നഴ്സിംഗ് കൗൺസിൽസാണ്. ദെൻ അപ്ലിക്കൻ്റ് നെയിം ആസ് പെർ ദ ഡോക്യുമെൻറ്റ്. നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസിൽ എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ലൈസൻസ് സ്പെഷ്യാലിറ്റി, എക്സാമ്പിൾ ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡെൻ്റലൊക്കെ ആണെങ്കിൽ ഡെൻ്റൽ. ലൈസൻസിൻ്റെ നമ്പർ, ലൈസൻസിൻ്റെ സ്റ്റാറ്റസ്, അതായത് വാലിഡ് ആണെങ്കിൽ വാലിഡ്, അത് വാലിഡ് ഫ്രം ഏത് ദിവസം തൊട്ടാണ് അതിന് വാലിഡിറ്റി സ്റ്റാർട്ട് ചെയ്തത്, വാലിഡ് ടു അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ്, അതുവരെയുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ദ ഹെൽത്ത് ലൈസൻസ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ലൈസൻസ് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൽ അപ്ലോഡ് അതർ ഫയൽ, അതിൽ വേണമെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാം. അത് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് കൊടുക്കാം. അതർവൈസ് ഇനി ഇതിപ്പോൾ റിന്യൂവൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ റിന്യൂവൽ ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടാണ് നമുക്ക് നമ്മുടെ ലൈസൻസ് ക്രെഡൻഷ്യലിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയും നമ്മൾ ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് ക്രെഡൻഷ്യലാണ്. എംപ്ലോയ്മെൻറ്റ് ക്രെഡൻഷ്യൽ എമർജൻസി ആയിട്ട് ചെയ്തില്ലെങ്കിൽ കൂടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എംപ്ലോയ്മെൻറ്റ് ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് നമ്മളിവിടെ വർക്കിംഗ് കമ്പനി നെയിം, വർക്ക് ചെയ്ത കൺട്രി, പിന്നെ എന്ത് ഇതാണ് ചെയ്തിട്ടുള്ളത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്, എന്ന് തൊട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് ആ വർക്ക് എൻഡ് ചെയ്തത്, അതുപോലെ തന്നെ നമ്മളുടെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു, പർട്ടിക്കുലർ ഡെസിഗ്നേഷൻ എന്തായിരുന്നു, അതുപോലെ തന്നെ എംപ്ലോയറുടെ കോണ്ടാക്ട്സ് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് ക്രെഡൻഷ്യലിനകത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിന് സംബന്ധിക്കുന്ന ഡാറ്റാസ്, എക്സ്പീരിയൻസിന് സംബന്ധിക്കുന്ന ഡാറ്റാസ് നമുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അത് സേവ് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ആഡ് മോർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി സ്ഥലത്തെ എക്സ്പീരിയൻസും കൂടി ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 9 ആപ്ലിക്കേഷൻ റിവ്യൂ ആണ്. ഈ ഒരു പാർട്ടിൽ ഇവിടെ നമ്മൾ കൊടുത്ത ഡാറ്റ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ബേസിക് ഡാറ്റാസ് ഉണ്ട്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഡാറ്റാസ് ഉണ്ട്, ലൈസൻസ് റിലേറ്റഡ് ഡാറ്റാസ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാ ഡാറ്റാസും കറക്റ്റ് ആണെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നല്ലപോലെ റിവ്യൂ ചെയ്യണം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ, എൻക്വയറി ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അത് അപ്ലിക്കൻ്റ് കമൻറ്റ് ബോക്സ് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഓക്കെ ആണ്, നമുക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുത്ത ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ഇനി അങ്ങനെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ISVSCയുടെ സപ്പോർട്ട് സിസ്റ്റവുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ മാക്സിമം നമ്മൾ ആപ്ലിക്കേഷൻ റിവ്യൂവിൽ തന്നെ അത് ക്ലിയർ ആക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ റിവ്യൂവിൻ്റെ കാര്യം. സ്റ്റെപ്പ് 10 ആണ്. ഇത് പേയ്മെൻറ്റ് പേജാണ്. പേയ്മെൻറ്റ് ഇൻഫോർമേഷൻസ് ആണുള്ളത്. നമുക്ക് ആഫ്റ്റർ ദ പേയ്മെൻറ്റ് നമുക്ക് ഇമെയിലിൽ പേയ്മെൻറ്റിൻ്റെ റിസീപ്റ്റ് ലഭിക്കുന്നതാണ്. ഈ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിൽ പേയ്മെൻറ്റ് റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടി ഉണ്ട്. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ഞാനതൊന്ന് ഷോർട്ടായിട്ട് പറയാം. അത് 48 ഹവേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷനെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അടച്ച ഫീസിൻ്റെ ഒരു 15% ഡിഡക്റ്റ്
ആയിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഇൻസഫിഷ്യൻസി നമ്മൾ കൊടുത്ത ഡാറ്റയിൽ ഉണ്ടെന്ന് വെച്ചാൽ ഡാറ്റ ചെക്ക് ടീം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ഇത് സാധാരണയായിട്ട് ഇമെയിൽ വഴിയാണ് അവർ കോൺടാക്റ്റ് ചെയ്യാറുള്ളത്. മാക്സിമം അവർ 5 times ആണ് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതിനുള്ളിൽ നമ്മളതിന് റെസ്പോൺസ് കൊടുക്കണം. പിന്നെ നമ്മൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുപോലെ അപ്ലിക്കൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുക എന്നുള്ളത്. പിന്നെ കൂടുതലായിട്ടുള്ള സേവനങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ISVSCയുടെ ഓൺലൈൻ സപ്പോർട്ടിൽ റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് നമുക്കത് ട്രാക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബില്ലിനകത്ത് നമുക്ക് ഒരു റെഫറൻസ് നമ്പറുണ്ട്. ആ റെഫറൻസ് നമ്പറാണ് നമുക്കിവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് MOH-K എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു 14 നമ്പറാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 10-ലുള്ളത്, അതായത് ബില്ല്. ഇനി നമുക്ക് ബിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് 11, അതായത് നമ്മൾ ബിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 4 ബോക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ സെക്കൻഡ് ബോക്സ് ആയിട്ടുള്ള മൈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ക്രെഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് നോക്കാവുന്നതാണ്. അതിന് നമ്മുടെ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പറാണ് അവിടെ നമ്മൾ യൂസ് ചെയ്ത് നോക്കേണ്ടത്. ആപ്ലിക്കേഷൻ ID ഒക്കെ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് അത് നമുക്ക് നോക്കേണ്ടത്. അതിന് ചേർന്ന മെയിൽസൊക്കെ നമുക്ക് കറസ്പോണ്ടൻസ് ആയിട്ട് നമുക്ക് മെയിലിലേക്ക് വരുന്നതാണ്. കൂടാതെ നമ്മുടെ ഡാറ്റ ചെക്ക് ആക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് മെയിൽ നമുക്ക് ISVSCയുടെ സൈറ്റിൽ നിന്നും നേരിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് 12, ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആവുക എന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് നമുക്ക് ലഭിക്കും. ഏകദേശം ഒരു 35 മുതൽ 40 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡാറ്റ ചെക്ക് കംപ്ലീറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വരുന്നതാണ്. ഇനി ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇൻവാലിഡ്, ഇൻസഫിഷ്യൻസി ഒക്കെ നമ്മൾ നേരത്തെ നമ്മൾ പോയില്ലേ നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്നതിനകത്ത് കാണിക്കുന്നതായിരിക്കും. പ്രോഗ്രസ് അപ്പോൾ അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിലായിരിക്കും അത് കാണിക്കുക. ഇനി കംപ്ലീറ്റ് ആയ ഡാറ്റയ്ക്ക് ശേഷം പോസിറ്റീവ് എന്ന ഡാറ്റ കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് നേരിട്ടാണ് ഈ ഡാറ്റ ചെക്കുകാർ അയക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മളുടെ ഡാറ്റ ചെക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് കുവൈറ്റ് നമുക്ക് ഹെൽത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ഈ ഡാറ്റ ചെക്ക് നമുക്ക് ഒരു 2 month ഒക്കെ ഡിലേ ആയി അത് ഒന്നും ആവുന്നില്ല എന്നൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ പോർട്ടൊക്കെ തുറന്നിട്ട് അതിനകത്ത് ISVSCയുടെ സപ്പോർട്ടിൽ പോയിട്ട് ഒരു ടിക്കറ്റ് മെയിൽ അയയ്ക്കുക. അപ്പോൾ അതിൽ ISVSC നമുക്ക് വേണ്ട റിപ്ലൈ തരികയും വേണ്ടത്ര ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ട് സപ്പോർട്ടിൽ പോയി ചോദിക്കാൻ മറക്കാതിരിക്കുക. ഇത്രയാണ് നമ്മളുടെ ഈ ISVSC ഡാറ്റ ചെക്ക് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ISVSC ഡാറ്റ ചെക്കിൻ്റെ എങ്ങനെയാണ് ഒരു ഹെൽത്ത് ലൈസൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഡാറ്റ ചെക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യുക. എങ്കിലും